കുറിച്ച് ഒരു അവലോകനം കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക, ഒരു ധാരണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള ഒരു ധാരണ കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ദിവസങ്ങളായി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയെക്കുറിച്ചും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഈ ഭരണം മാറിയേ തീരുന്നില്ല. അങ്ങനെ ഏതൊക്കെ രംഗത്തുള്ള വർഗീയത ഞാനും നിങ്ങളുമൊക്കെ അധിവസിക്കുന്ന മലപ്പുറം ജില്ല, ഈ മലപ്പുറം ജില്ലയിൽ വന്ന് താമസിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഈ ജില്ലയുടെ ഗുണം, ഈ ജില്ലയുടെ മാഹാത്മ്യം, ഈ ജില്ലയുടെ മതേതരത്വ സങ്കല്പം, ഈ ജില്ലയുടെ മതേതരത്വ സ്വഭാവം. അതറിയാത്തവരായിട്ടോ അത് മനസ്സിലാക്കാത്തവരായിട്ടോ ആരും കേരളത്തിൽ, അതുപോലെ തന്നെ അത് യാത്രയപ്പിനും മറ്റുമൊക്കെ പറയുകയും ചെയ്ത ഒരുപാട് ഉൽപ്പതിഷ്ഠുക്കളുള്ള ഒരു കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് ഈ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, സാധാരണക്കാരാണ്, അല്ലെങ്കിൽ കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനിടയിലാണ് ഇത് പറയുന്നതെങ്കിൽ നമുക്കതൊരു പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി പറഞ്ഞതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മലപ്പുറം ജില്ല തീവ്രവാദ ജില്ലയാണ്, അതുപോലെ തന്നെ കള്ളക്കടത്തിന്റെയും സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ജില്ലയാണ്. അങ്ങനെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഒക്കെ ആളുകളെ വരെ അദ്ദേഹം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടപുത്രനായിരുന്നു സുജിത് ദാസ്. എല്ലാം മനസ്സിലാക്കിയ വിജയരാഘവൻ അടക്കം പറഞ്ഞത് ഈ രാജ്യത്ത് തീവ്രവാദികളുടെ ജില്ലയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, ബാലൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തിൽ അനിശ്ചിതകാലം ഒട്ടും തീണ്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ രാജ്യത്ത് വർഗീയത പറഞ്ഞുകൊണ്ട്, വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, കാര്യം പറഞ്ഞുകൊണ്ട്, നിലപാടിന്റെ രാജകുമാരൻ, ഒരിക്കലും പതരാത്ത കാൽവെപ്പുമായി ഈ രാജ്യത്ത് മതേതരത്വം പുലർന്നു കാണണം, 2 വോട്ടിന് വേണ്ടിയിട്ട് ആരെയും പ്രീണിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്ന് വളരെ പച്ചയ്ക്ക് പറഞ്ഞ, ഒരു ഭാഗത്ത് പച്ചയ്ക്ക് മതേതരത്വം പറയുന്ന ഒരാളും ഒരു ഭാഗത്ത് പച്ചയ്ക്ക് വർഗീയത പറയുന്നവരും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടപെടലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാർ, പ്രിയപ്പെട്ട VD സതീശൻ, നിലപാടിന്റെ രാജകുമാരൻ തകരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സർക്കാരിനെ വരുന്ന തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ കേവലം 2 മാസം മാത്രമാണ് ഇനി ആയിട്ടുള്ളൂ. നജീബ് സാഹിബ് പരിചയപ്പെടുത്തലുകൾക്ക് അപ്പുറത്താണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. ഒരു കൊണ്ടത് ബഹുമാന്യനായ നജീബ് സാഹിബാണ്. ജനങ്ങളെ ഒക്കെ തൊട്ടറിയുന്ന രൂപത്തിൽ കേവലം ആദ്യം തെരഞ്ഞെടുപ്പിന്റെ പ്രതിനിധിയായി ബഹുമാന്യനായ അവരുടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മലമൂത്ര വിസർജനം നടത്താൻ ഇവിടുന്ന് നാട്ടുകാർ പിരിവെടുത്ത് വിട്ട ആളുകൾ അവിടെ വെണ്ടയ്ക്കും പച്ചക്കറിയൊക്കെ തിന്ന് ഇത് വെളിയിൽ കളയാൻ സ്ഥലമില്ലാതെ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് 23 വയസ്സ്, പെരിന്തൽമണ്ണക്കാരിയാണ്, അങ്ങോട്ട് കല്യാണം കഴിച്ചിട്ട് പോയി. ഒരു കാലഘട്ടത്തിൽ EMS ഇർഫാനും ചെയ്ത പല തെറ്റുകളുമുണ്ട് ചരിത്രത്തോട്. ഇടതുപക്ഷത്തിനെ ഞാൻ പെരിന്തൽമണ്ണയിൽ സീരിയസ് ആയിട്ട് പറയുന്നു. ഇടതുപക്ഷത്തിന് 10-40 വർഷക്കാലത്തിനിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു രോഗമുണ്ട്. ആ രോഗം എന്താണെന്ന് പറഞ്ഞ പക്ഷത്തിന്റെ ഇടം എന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയോട് ചേർന്നതാണ് എന്നൊരു തോന്നൽ. അതിന്റെ ഭാഗമായി ഇന്ന് ഇർഫാനെ നമ്മൾ പിന്താങ്ങുന്നുണ്ടെങ്കിലും DYFIയുടെ 2ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ കോഴിക്കോട് അദ്ദേഹം ശരീഅത്തിനെ കുറിച്ച് അനാവശ്യ വിവാദം സൃഷ്ടിച്ചു.